ഹലോ ഫ്രണ്ട്സ്, ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. FC മോട്ടോയിൽ നിന്ന് ഞാൻ പരിധിച്ച കുറച്ച് റൈഡിംഗ് ഗിയേഴ്സിൽപ്പെട്ട ഒരു മോഡുലാർ ഹെൽമെറ്റാണ്. ബെല്ലിൻ്റെ SRT മോഡുലാർ ഹെൽമെറ്റ് 1954 മാനുഫാക്ചറിങ് തുടങ്ങിയ ഒരു കമ്പനിയാണ് ബെല്ല്. വളരെ സക്സസ്ഫുള്ളായ ഹെൽമെറ്റുകൾ അവർ വിപണിയിൽ എത്തിക്കുന്നു. ഇവരുടെ എല്ലാ ഹെൽമെറ്റുകളും, ഒരുവിധപ്പെട്ട എല്ലാ ഹെൽമെറ്റുകളും റൈഡേഴ്സിന് വളരെ പ്രിയപ്പെട്ടതാണ്. അതിൽപ്പെട്ട വളരെ സക്സസ്ഫുള്ളായ റൈഡേഴ്സിന് വളരെ പ്രിയപ്പെട്ട ഒരു ഹെൽമെറ്റാണ് നമ്മൾ ഇന്ന് ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെല്ലിൻ്റെ മോഡുലാർ SRT ഹെൽമെറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇതാ ഒരു പിൻലോക്ക് വൈസറാണ്. പിന്നെ ഹെൽമെറ്റ് ഒരു കവറും ഉണ്ട്. ലെറ്റ്സ് ഓപ്പൺ. അപ്പോൾ ഇതാണ് ഹെൽമെറ്റ്. ഇതൊരു മാറ്റ് ഗ്രേ ഫിനിഷാണ്, കണ്ടല്ലോ അല്ലേ? ഒരു ഇൻ്റർമീഡിയറ്റ് ഓവൽ ഷേപ്പാണ് ഹെൽമെറ്റിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഫിനിഷ്. ഇതിൻ്റെ ഈ ഷെല്ല് എന്ന് പറയുന്നത് ഇതൊരു ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് മെറ്റീരിയലാണ്, പോളികാർബണേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ സ്ട്രക്ചറൽ റിജിഡിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്ട്രെങ്ത് പോളികാർബണേറ്റ് മെറ്റീരിയലിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. കുറച്ചുകൂടി റഗ്ഗഡ് അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഫൈബർ ഗ്ലാസ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. ഇതിന് നമുക്ക് കേട്ടോ എയർ ഫ്ലോക്ക് വേണ്ടി 2 ഇൻലെറ്റുകൾ കാണാം. ഇവിടെ ഒന്നുണ്ട്, ഒരു ഇൻലെറ്റ്. പിന്നെ ഇവിടെ ഇങ്ങനെ 2 സ്വിച്ചസ് ഇവിടെ ഉണ്ട്. 1 സ്വിച്ച് ഈസ് ഹിയർ, അനദർ സ്വിച്ച് ഈസ് ഹിയർ. ഓക്കെ, പിന്നെ എക്സോസ്റ്റ് ബാക്കിൽ 2 എടുത്തുണ്ട്. ഇതാ ഇവിടെ ഒരു എക്സോസ്റ്റ്, ഇവിടെ ഒരു എക്സോസ്റ്റ്. ഓക്കെ, സോ എയർ വിൽ ഗോ ഇൻസൈഡ് ആൻഡ് വിൽ ഈസിലി ഗോ ഔട്ട്സൈഡ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ വളരെ വിശാലമായിട്ടുള്ള ഈ പനോരമിക് ആയിട്ടുള്ള ഫേസ് ഷീൽഡാണ്. ഇതിനെ അവർ പനോവിഷൻ എന്നാണ് പറയുന്നത്. പനോവിഷൻ ഫേസ് ഷീൽഡ്, വളരെ ഹ്യൂജ് ആയിട്ടുള്ളൊരു വൈസർ കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പനോവിഷൻ ഷീൽഡ്. ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് ഇതിൻ്റെ പുറകിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1715 ഗ്രാം, അതായത് 1.715 കിലോഗ്രാം. കുറച്ച് വെയിറ്റ് കൂടുതലാണ് മറ്റ് നമ്മുടെ ട്രഡീഷണൽ ഫുൾ ഫേസ് ഹെൽമെറ്റിനെ അപേക്ഷിച്ച്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് BMW ഹെൽമെറ്റാണ്. അത് ഏതാണ്ട് 1.45 കിലോഗ്രാമാണ്, ഏതാണ്ട് 1.5 കിലോക്ക് അടുത്താണ് വരുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ്. സോ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് ഒന്ന് റണ്ണിങ് പീരീഡ് കഴിഞ്ഞ് ഒന്ന് ഫെമിലിയറൈസ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന് EC സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഉണ്ടോ? യൂറോപ്യൻ യൂണിയൻ സർട്ടിഫിക്കേഷനാണ് EC. ഇറ്റ്സ് ഓൾറെഡി ഇത്. ഓക്കെ, പിന്നെ ഇതുപോലെ നമുക്കിങ്ങനെ 90 ഡിഗ്രി ഫ്ലിപ്പപ്പ് ചെയ്യാം. ഇതിനെ ഫ്ലിപ്പപ്പ് ഹെൽമെറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചിൻബാർ നമുക്ക് 90 ഡിഗ്രി ഇതുപോലെ നമുക്ക് റൈസ് ചെയ്ത് നിർത്താൻ പറ്റും. ഇത് പക്ഷേ ഇങ്ങനെ നമുക്ക് റൈസ് ചെയ്തിട്ട് അധികം ഓടിക്കാൻ പറ്റില്ല. മേ ബി 40 km/h സിറ്റിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഓടിക്കാം. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ്. എപ്പോഴും നല്ലത് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ട് ഓടിക്കാനായിരിക്കും. ഇതിൽ ഒരു പ്രത്യേകത, ഇത് നമ്മൾ ചിൻബാറിനെ പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാം. ഉണ്ടോ? ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ താഴേക്ക് വരില്ല. ലോക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതടക്കാം. നോക്കൂ. പിന്നെ മറ്റൊന്ന്, ഇതിൽ സൺ വൈസറുണ്ട്. സൺ വൈസറിൻ്റെ സ്വിച്ച് ഇവിടെയാണ്. കണ്ടോ? ഈസി, വെരി ഈസി ഓപ്പറേഷൻ. പിന്നെ നമുക്ക് ഈ വൈസർ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്തെടുക്കുക. വളരെ സിമ്പിളാണ്. പ്രസ് ചെയ്യുക, സ്ലൈഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് 2 ആക്ഷൻ. ഓക്കെ, ഞാനിപ്പോൾ പുറത്തേക്ക് എടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതിൻ്റെ താഴെ ഇവിടെ ഒരു ചിൻ കർട്ടൻ ഉണ്ട്. ഈ ചിൻ കർട്ടൻ സാധാരണ രീതിയിൽ ഈ ടർബുലൻസ് അല്ലെങ്കിൽ നോയ്സ് ഡിസ്റ്റർബൻസ് ഒക്കെ വരാതിരിക്കാനാണ്. അപ്പോൾ ആ ഓപ്ഷനിൽ മാറ്റണമെങ്കിൽ മാറ്റാം, നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഹൈ വിസിബിലിറ്റിക്ക് വേണ്ടി 2 റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. റിയലി ഗുഡ്. ഇതിൻ്റെ ഈ കുഷൻ അത് നല്ലൊരു ഫീലാണ് കേട്ടോ. ഈ കുഷൻ വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ചിൻ പാഡ്, ഈ 2 ചീക്ക് പാഡും അതുപോലെ ഇതിനകത്തുള്ള
ഇന്നർ ലൈനറും വളരെ പ്രീമിയമായിട്ട് നമ്മൾ ഈ കാറിലൊക്കെ ഉള്ള അൽക്കണ്ടറ ലെതറില്ലേ അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വെരി നൈസ്. ഈവൻ BMW ഒക്കെ കുറച്ചുകൂടി നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അടിച്ചു നോക്കിയതിനകത്ത് നമുക്ക് സ്പീക്കർ വെക്കാനുള്ള റിസസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് സ്പീക്കർ 2 സ്ഥലത്ത് സ്പീക്കർ വെക്കാനുള്ള, അതേപോലെ നമ്മുടെ ഇൻ്റർകോം വെക്കാനുള്ള റിസസ് ഉണ്ട്. ഐ മീൻ അതിൻ്റെ ആ സ്ലോട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ബെല്ല് അവർ എൻകോം ആണെന്ന് തോന്നുന്നു, എൻകോമിൻ്റെ ഒരു ഇൻ്റർകോം അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏത് കമ്പനിയുടെ ഇൻ്റർകോം വഴി വെക്കാം. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഇവിടെ അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ സാധാരണ വെക്കുന്നത് ഇവിടെ സ്ലൈഡ് ചെയ്തിട്ട് അതിൻ്റെ ബേസ് യൂണിറ്റ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഇൻ്റർകോം വെക്കലാണല്ലോ സാധാരണ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് അവർ സജസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് മേ ഡൈല്യൂട്ട് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഹെൽമെറ്റ്. അതുകൊണ്ട് സേഫ്റ്റി സൈഡിന് നമുക്ക് ഇവിടെ 3Mൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഇവിടെ വെക്കാം ബേസ് യൂണിറ്റ്. ഓക്കെ, അത് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ബക്കിള് ഇങ്ങനെയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഡബിൾ ഡി റിംഗ് അല്ല, നോർമൽ ഇതുപോലെയുള്ള ജസ്റ്റ് കയറ്റി വെക്കുക, പുൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇങ്ങനത്തെ ബക്കിളാണ്. ഡബിൾ ഡി റിംഗ് ക്ലോഷർ അല്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഇതിൻ്റെ ഹയർ വെർഷനിൽ വരുന്നുണ്ട്. പിന്നെ സ്പീക്കർ പോക്കറ്റ് പറഞ്ഞു, അതുപോലെ പാഡ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സെല്ലിംഗ് പോയിന്റ് മെയിനായിട്ട് 5 വർഷത്തെ വാറൻറ്റി അവർ കൊടുക്കുന്നുണ്ട് ഈ ഹെൽമെറ്റിന്. 5 years വാറൻറ്റി. സാധാരണ ഹെൽമെറ്റുകൾക്കൊക്കെ 2 വർഷത്തെ വാറൻറ്റി ഉള്ളൂ. പക്ഷേ ഇതിന് അവർ 5 year വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓവറോൾ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നന്നായിട്ട് എനിക്ക് ഇണങ്ങുന്നുണ്ട് ഈ ഹെൽമെറ്റ്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്കിതുപോലെ പിൻലോക്ക് വൈസർ വരുന്നുണ്ട്. പിൻലോക്ക്. ഓക്കെ, ഈ പിൻലോക്ക് വൈസറിൻ്റെ ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മളിവിടെ ഈ മെയിൻ വൈസർ ഉണ്ടല്ലോ, ഈ വൈസറിൻ്റെ ഉള്ളിൽ ഒട്ടിക്കാനുള്ളതാണ്, സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഫോഗ് ചെയ്യില്ല, ആൻറ്റി ഫോഗാണത്. ഓക്കെ, 100% മാക്സ് വിഷൻ പിൻലോക്ക് 120 ഫോഗ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ 120 ഫോഗ് റെസിസ്റ്റൻറ്റ് ഇൻസെർട്ട് ലെൻസാണത്. ഓക്കെ, ക്ലിയർ ലെൻസാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിയർ മെൻഷൻ ചെയ്യുന്നത് ക്ലിയർ ആണത്. അതുപോലെ നമുക്ക് ലൈറ്റ് സ്മോക്കിൽ കിട്ടുന്നുണ്ട്, ഡാർക്ക് സ്മോക്കിൽ കിട്ടുന്നുണ്ട്, യെല്ലോയിൽ കിട്ടുന്നുണ്ട്. ബട്ട് ദിസ് ഇസ് ക്ലിയർ ദേ ആർ ഗിവിങ്. ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ എൻ്റെ BMW ഹെൽമെറ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ ഈ തവണ നാട്ടിൽ പോയപ്പോൾ ഹെൽമെറ്റ് ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു നോക്കി. എല്ലാ നിലക്കും ഓക്കെയാണ്, കംഫർട്ടബിളാണ്. വെയ്റ്റ് തീരെ അറിയുന്നില്ല. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ 1.7 കിലോഗ്രാം വെയ്റ്റ് ഇതിനുണ്ടെങ്കിൽ കൂടി അതിൻ്റെ വെയ്റ്റ് തീരെ അറിയുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു എൻജിനീയറിംഗ് സവിശേഷതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കഴുത്ത് വേദനയോ മറ്റോ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ എനിക്ക് ഒറ്റ ഒരു ഹിക്കപ്പ് മാത്രം ഉണ്ടായത്, അതായത് ചെറിയൊരു ബഫറ്റിങ് അനുഭവപ്പെട്ടിരുന്നു. ഇതിൻ്റെ മുകളിൽ ആ എയർ ഇൻലെറ്റ് ഉണ്ടല്ലോ, മുകളിലെ ഭാഗം, ചിന്നിൻ്റെ ഭാഗത്തല്ല മുകളിലെ ഭാഗത്തെ ആ എയർ ഇൻലെറ്റിലൂടെ ശക്തമായി കാറ്റ് പോകുന്നതിൻ്റെ ഒരു ശബ്ദം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അത് ഒരു പക്ഷേ എൻ്റെ വൈസർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പം എൻ്റെ വാഹനത്തിൽ വിൻഡ് വൈസർ സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു അഡീഷണൽ വിൻഡ് ഡിഫ്ലക്ടർ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കണം എങ്ങനെയാണ്, അത് സ്റ്റിൽ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ബാക്കി എല്ലാ നിലക്കും ഈ ഹെൽമെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ യൂസ്ഫുള്ളാണ്, ഫങ്ഷണലാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് കാണാം. അതുവരെ ഗുഡ് ബൈ ടു ഓൾ. ടേക്ക് കെയർ.